പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലിയർപ്പിക്കാം. ഇന്നത്തെ വായനയിൽ, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നീ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എന്താ ശ്രദ്ധിക്കാത്തത്? ഈ ഒരു വാക്കൊന്ന് ധ്യാനിച്ച്, എന്താ ശ്രദ്ധിക്കാത്തത്? നമ്മൾ ചില കാര്യങ്ങളിങ്ങനെ ശീലമായി പോവും, എന്നിട്ട് ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യും. പള്ളി വരലും പ്രാർത്ഥനയും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ ശ്രദ്ധയൊന്നും ഉണ്ടായില്ല, ഇങ്ങനെ ഒരു റൊട്ടീൻ കണക്ക് അങ്ങനെ ചെയ്തു പോകും. ശ്രദ്ധയോടെ ഒന്ന് ചെയ്തു നോക്ക്, ഒന്ന് ശ്രദ്ധിക്ക്, കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്. പരിശുദ്ധ കുർബാനയിൽ ഒന്ന് ശ്രദ്ധയൂന്നി പങ്കെടുക്കൂ, അനുഗ്രഹമാകും. പ്രഭാഷകൻ്റെ പുസ്തകം 51-ാം അധ്യായം 16-ാം വാക്യം, അത് ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അല്പം ശ്രദ്ധിച്ചതേ ഉള്ളൂ, എനിക്കവളെ ലഭിച്ചു, ധാരാളം പ്രബോധനങ്ങളും ലഭിച്ചു. അല്പം ശ്രദ്ധിച്ചതേ ഉള്ളൂ. നമുക്ക് പല വിചാരമൊക്കെ മാറ്റി നമുക്ക് ഏകാഗ്രതയോടുകൂടെ നമുക്ക് ഈ ബലിയിൽ പങ്കെടുക്കാം. പഠനത്തിൽ കുഴപ്പങ്ങൾ ഉള്ള പിള്ളേർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു, നല്ല മാർക്ക് കിട്ടിയാനെ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു, നല്ല മാർക്ക് കിട്ടിയാനെ എന്ന് പറയുന്നത് പോലെ ഒന്ന് കുർബാനയിൽ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ തീർത്ഥാടനത്തെ ഒന്ന് ശ്രദ്ധിക്കും. ഇതൊരു ടൂർ പ്രോഗ്രാമാക്കാതെ തീർത്ഥാടനമായിട്ടൊന്ന് കരുതും. ഈ ദേവാലയത്തിലെ കുർബാനയൊന്ന് ശ്രദ്ധിക്കും, ഈശോയെ ഒന്ന് ശ്രദ്ധിക്കും, നിനക്ക് അനുഗ്രഹം ഉണ്ടാവും. ഈ ബലിഭക്തിയോടുകൂടെ നമുക്ക് അർപ്പിക്കാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ
ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പണിതുയർത്തിയവരെ അങ്ങ് സംരക്ഷണത്തിൽ നിന്ന് അങ്ങ് ഒരിക്കലും തള്ളിക്കളയുകയില്ലല്ലോ. അങ്ങ് നാമത്തോടെപ്പോഴും ഞങ്ങൾ ഭക്തിയാദരങ്ങളും സ്നേഹവുമുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. ആ കാലത്ത് കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാവും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കാമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രാമിനോട് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിനെ അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബേഥേലിന് കിഴക്കുമുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബേഥേലിന് കിഴക്കും ആയിക്കും പടിഞ്ഞാറുമായി താവളമടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു. അവിടെ നിന്ന് അബ്രാം നെഗേവിന് നേരെ യാത്ര തുടർന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു.
ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചിരിക്കുന്നതുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദര കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണമിരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, അബ്രാഹത്തോട് ദൈവം പറഞ്ഞത് ഇപ്രകാരമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. അതായത് അനുഗ്രഹിക്കപ്പെടാനായിട്ടാണ് ദൈവം അബ്രാഹത്തിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നത്. അബ്രഹാം അത് ശ്രദ്ധിച്ചില്ല. ദൈവം എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല. നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അനുഗ്രഹം കിട്ടും. ഇന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അനുഗ്രഹം കിട്ടും. ഈ ശ്രദ്ധയില്ലായ്മയാണ് അനുഗ്രഹം വരാത്തതിൻ്റെ ഒരു തടസ്സം. ഇല്ല, പഠിക്കുന്ന കുട്ടിയെ എല്ലാ അമ്മമാരും മാതാപിതാക്കളും കുട്ടികളെമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വരാറുണ്ട് ആവേ മരിയ സെൻറ്ററിൽ. അപ്പം അവരോട് ഞാൻ ആദ്യം തന്നെ പറയുന്നത് നന്നായിട്ട് ഉറങ്ങണമെന്നാണ് പറയാം. 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം. നന്നായിട്ട് പഠിക്കണം, കഠിനമായിട്ട് പഠിക്കണം. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഫോണുണ്ട്, ഉറങ്ങാൻ സ്വന്തമായിട്ടുള്ള റൂമുണ്ട്. അവരെ ഫോണുമായിട്ട് അങ്ങ് പോവും. എന്നിട്ട് രാത്രി ചിലപ്പോൾ ഫോണൊക്കെ നോക്കിയിരിക്കും. ഞാൻ ഈ ചെറിയ കുട്ടികളെക്കുറിച്ചല്ല, മുതിർന്ന ആളുകൾ, ഇപ്പോൾ ഒരു +1 +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ ഫോണൊക്കെ നോക്കിയിരിക്കും. അവർ ഉറങ്ങിയൊന്നുമില്ല. അവർ ചിലപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ.
അങ്ങനെ വരുമ്പോഴും അവർക്ക് ഉറങ്ങിയാൽ മാത്രമേ ബ്രെയിനിന് നല്ല റെസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല. അപ്പോൾ ബ്രെയിന് റെസ്റ്റ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വെറുതെ കസേരയിൽ ചാരിയിരുന്നാലും നമ്മൾ ബ്രെയിന് റെസ്റ്റ് കിട്ടണമെന്നില്ല. നമ്മളിങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉറങ്ങുമ്പോൾ മാത്രമാണ് ബ്രെയിന് റെസ്റ്റ് കിട്ടുന്നത്. ബ്രെയിനിന് റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ മെമ്മറി, ഓർമ്മശക്തി അത് ഷാർപ്പാവുള്ളൂ. നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്. അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ തന്നെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി അതിൻ്റെ ഒരു നല്ല ഒരു അവസ്ഥയിൽ വരണമെങ്കിൽ ബ്രെയിൻ റെസ്റ്റ് കിട്ടണം. ഇനി പഠിക്കുന്ന സമയത്ത് നല്ല മൈൻഡ് പ്രസൻസ് ആയിരിക്കണം, മനസ്സാന്നിധ്യം, പ്രസൻസ് ഓഫ് മൈൻഡ് അത് നമുക്ക് ആവശ്യമാണ്. അതില്ല എങ്കിൽ പഠനമൊന്നും പഠിക്കാൻ പറ്റില്ല. പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും, ഔട്ട് ഓഫ് മൈൻഡ്. അത് പരീക്ഷ സമയത്തും വേണം, പഠിക്കുന്ന സമയത്തും വേണം. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം നന്നായിട്ട് ഉറങ്ങണം, പിന്നെ നന്നായിട്ട് പഠിക്കണം, എന്നിട്ടാണ് ദൈവാനുഗ്രഹം. ഇതൊന്നും ചെയ്യാതെ ദൈവാനുഗ്രഹം എങ്ങനെ വർക്കൗട്ടാകാനാ? അപ്പോൾ ഇത് പറയുമ്പോൾ അവർ മാതാപിതാക്കൾ മക്കളെ നോക്കും, മക്കൾ ചിരിക്കും. കാരണം മക്കൾ മാതാപിതാക്കളെ കബളിപ്പിക്കാറുണ്ട്, പഠിക്കുകയാണെന്ന് അവർ കാണിക്കാറുണ്ട്. കാണിച്ചിട്ട് കാര്യമില്ല, അവരെ തന്നെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴും മാർക്കൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴും അമ്മമാർ നീ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ മാർക്ക് കിട്ടിയേനെ. മക്കളും പറയും അമ്മ ശരിയാണമ്മ, ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാർക്ക് കിട്ടിയേനെ. അപ്പോൾ ശ്രദ്ധിക്കല, പറയണമൊന്നും ശ്രദ്ധിക്കല. എടാ പഠിക്കട, എടാ നേരെ കാലത്തും കിടന്ന് ഉറങ്ങട, ഫോൺ മാറ്റി വെക്കട, ശ്രദ്ധിക്കൂല, ഇതൊന്നും ശ്രദ്ധിക്കൂല. അപ്പോഴാണ് കൂട്ടുകാരായിട്ടൊക്കെ ചാറ്റ് ചെയ്യാനും അങ്ങനെ സമ്പർക്കങ്ങൾ അതൊക്കെ ഉണ്ടാക്കാനുമുള്ള ശ്രമം നടത്തുന്നത്. ഈ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ലോകത്താർക്കും നമ്മൾ അറിയില്ല. ചിലപ്പോൾ അയൽ വീട്ടുകാർക്ക് പോലും നമ്മൾ അറിയാൻ പറ്റണമെന്നില്ല. കാരണം സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാറ്റിങ്ങും സോഷ്യൽ മീഡിയ വഴി ഈ കുട്ടികളെ ലോകം മുഴുവൻ അറിയാം, ഇല്ലാത്ത കൂട്ടുകാരില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധ പോകാനുള്ള വഴികളുമായി. ഇപ്പം ശ്രദ്ധിച്ചത് അബ്രാഹത്തോട് പറഞ്ഞത്, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുക. ആരെയും കൂടെ കൂട്ടരുത്. ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുക. പക്ഷെ അബ്രഹാം അത് ശ്രദ്ധിച്ചില്ല. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ പുറപ്പെട്ടു. ലോത്തും അബ്രഹാം ഭാര്യ സാറായും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഭാര്യ സാറയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. അബ്രഹാം ശ്രദ്ധിച്ചില്ല, കൊണ്ടുപോയിരുന്നാ പറഞ്ഞത്. അബ്രഹാം ശ്രദ്ധിച്ചില്ല, കൂടെ കൊണ്ടുപോയി. ഇനി തുടർന്ന് ഇന്നിപ്പോൾ 9 വരെ ഉള്ളൂ, 12-ാമത്തെ അധ്യായം 1 മുതൽ 9-ാം വാക്യം വരെ ഇന്നത്തെ കാര്യമുള്ളൂ. അതിന് ഈ നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞത്, ഈ അനുഗ്രഹം വന്നത് അത് 13-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ്. 12-ാമത്തെ അധ്യായം 2-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലാണ് നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ അനുഗ്രഹം വന്നത് 13-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ്. ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭാര്യ സാറയെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു ഈജിപ്തിലേക്ക് പോയി. അപ്പം ഫറവോ തൻ്റെ ഭാര്യ അടിച്ചു മാറ്റുമെന്ന് കരുതി സഹോദരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫറവോ ഈ സാറായെ വിവാഹം കഴിച്ചു. പിന്നെ ഫറവോ പറഞ്ഞു, നീ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നിൻ്റെ ഭാര്യയാണെന്ന്, ഞാൻ നിൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോകില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. നീ പൊക്കോ, ഇവിടെ നിന്ന് പൊക്കോ. ഫറവോ തൻ്റെ ആൾക്കാർക്ക് അബ്രഹാമിനെ കുറിച്ച കൽപ്പന കൊടുത്തു. അവർ അവനെയും ഭാര്യയും അവൻ്റെ വസ്തുവകളും കൂടെ യാത്രയാക്കി. നീ സ്ഥലം വിടുക, ഇതാ നിൻ്റെ ഭാര്യ, അവളെയും കൊണ്ട് സ്ഥലം വിടുക. ഫറവോ പറഞ്ഞു, നീ ഇവിടെ നിന്ന് പൊക്കോ, നീ ഇവിടെ വേണ്ട. ഇത് ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ടു പോകാൻ പറഞ്ഞിട്ട് ഭാര്യ സാറയും ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഇനി ലോത്തിനെ കൂടെ കൊണ്ടുപോയി. 13-ാമത്തെ അബ്രഹാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ കൂടെയുള്ള ലോത്ത് അത് പിന്നെയും പറയുന്നുണ്ട്. ഇങ്ങനെ 13-ാമത്തെ അധ്യായം 5-ാം വാക്യത്തിൽ അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അസ്വസ്ഥതയുണ്ടായി. അതിന് കാരണമുണ്ട്, കൂടെ പാർക്കാൻ പറ്റാതായി. ഒന്നാമത്തെ കാര്യം സ്ഥലമില്ല. എല്ലാവർക്കും ഭയങ്കര സ്വത്ത്, ലോത്തിന് സ്വത്ത്, അബ്രാഹത്തിന് സ്വത്ത്, ഇത് സ്ഥലമില്ല, ഒന്നിച്ച് പാർക്കാൻ പറ്റാതായി. 6-ാമത്തെ വചനം
13-ാം അധ്യായം ഉൽപ്പത്തി 13:6, അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ച് പാർക്കുക വയ്യാതായി. അതിനിടയ്ക്കാണ് അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. ഈ അബ്രാത്തിൻ്റെ കൂലിക്കാരും വേലക്കാരും ലോത്തിൻ്റെ വേലക്കാരും തമ്മിൽ ജോലി സ്ഥലത്ത് തർക്കമുണ്ടായി. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴും അബ്രഹാം പറഞ്ഞു, നീ എന്നെ പിരിഞ്ഞു പോവുക. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. അപ്പോഴാണ് അബ്രാത്തിന് ബോധം ഉണ്ടായത്, നീ എന്നെ വിട്ടുപോയിക്കോ, ഇത് നമ്മൾ കൂടെ നിന്നാൽ ശരിയാകല. ദൈവം എന്താ പറഞ്ഞത്? കൂടെ കൂട്ടരുത്, ആരെയും കൂടെ കൂട്ടരുത് എന്നാണ് പറഞ്ഞത്. അബ്രഹാം പിന്നെ പറഞ്ഞു, നീ പിരിഞ്ഞു പോവുക. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഒന്ന് നേരെ ചൊവ്വയായത്. 14-ാമത്തെ വാക്യം മുതൽ അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. മനസ്സിലായോ? ദൈവം പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഈ ഒരു കാര്യം ഇത് നമുക്കൊരു ധ്യാന ചിന്തയ്ക്കെടുത്താൽ മതി. അങ്ങനെ നിർത്തേ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, മദ്യപാനവും പുകവലിയും ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ ഡയാലിസിസ് ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ. മനസ്സിലായി? ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ ദുരിതം ചമക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഈ തിരുഹൃദയ മാസത്തിൽ ആ പ്രാർത്ഥന മുറിയിലൂടെ ഒക്കെ ഒന്ന് കടന്നു പോകുമ്പോൾ ആ തിരുഹൃദയത്തിലേക്ക് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, ഇവിടെ ഈ തീർത്ഥാടനത്തിന് വന്നിട്ട് ഇതൊരു ടൂർ പ്രോഗ്രാം പോലെ ആക്കി, ചിലപ്പോൾ മദ്യപാനം അതൊക്കെ ആക്കി അങ്ങനെ വന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അനുഗ്രഹം കിട്ടുമായിരുന്നല്ലോ. ഇത് നല്ലൊരു മരിയൻ അഭിഷേക കേന്ദ്രമല്ലേ, മാതാവിൻ്റെ അഭിഷേകമുള്ള സ്ഥലമല്ലേ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അനുഗ്രഹം വരുമായിരുന്നല്ലോ. അപ്പോൾ പിതാവിൻ്റെ സ്നേഹത്തെ ആ ധൂർത്തപുത്രൻ വീട്ടിൽ നിന്ന് പോയപ്പോഴും അവന് പന്നിക്കൂട്ടി കിടന്നപ്പോഴാണ് അവന് മനസ്സിലായത് ആ പിതാവിൻ്റെ സ്നേഹം. അതുകൊണ്ട് പന്നിക്കൂടുകളൊക്കെ ഉപേക്ഷിക്കൂ, പിതാവിൻ്റെ സ്നേഹത്തെ ശ്രദ്ധിക്കൂ. പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അനുഗ്രഹമായി. ഇതുപോലെ എത്ര കാര്യങ്ങൾ പഠനത്തിൻ്റെ മേഖല എടുക്കാം. ചിലപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ, നീ ഒന്ന് ശ്രദ്ധിക്കുക, നീ ഒന്നൊന്ന് ഫോൺ ചെയ്ത് നോക്ക്, നീ ഒന്ന് സംസാരിച്ച് നോക്ക് എന്ന് പറയുമ്പോഴും എനിക്കിതൊക്കെ പറ്റുള്ളൂ, ഞാനിങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, എനിക്ക് പറ്റിയൊന്നുമില്ല, ഞാനിങ്ങനെയൊക്കെയാണ്, എന്നെ സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന വർത്തമാനമില്ലേ? ഒന്ന് ശ്രദ്ധിക്കാൻ പാടില്ല, ഒന്ന് കീഴടങ്ങി കൊടുക്കാൻ പാടില്ല. ഒന്നനുസരിച്ചിരുന്നെങ്കിൽ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഒന്ന് സ്വസ്ഥമായിരുന്നെങ്കിൽ, നീ പ്രാർത്ഥനാ മുറിയിൽ പള്ളിയിൽ നീ ഒരു 5 മിനിറ്റെങ്കിലും നീ ഒന്ന് കർത്താവിന് മുമ്പിൽ സ്വസ്ഥമായിരുന്നെങ്കിൽ, നിനക്ക് പറഞ്ഞ മനസ്സിലാകാത്ത കാര്യങ്ങൾ നിനക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമായിരുന്നല്ലോ. ആ പന്നിക്കൂട്ടിൽ ധൂർത്തപുത്രന് ആരാ പറഞ്ഞു കൊടുത്തത്? ആര് പറയാനുണ്ട്? ഒരാട് ജീവിതം പോലെയുള്ള ജീവിതം ആര് പറഞ്ഞു കൊടുക്കാനുണ്ട്? സ്വയം ഉള്ളിൽ നിന്നൊരു ശക്തി വരണം. അതുകൊണ്ടാണ് അവന് പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് അപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പോൾ ദേവാലയത്തിൽ ഒന്ന് സ്വസ്ഥമായിരുന്നെങ്കിൽ, ഒരു 5 മിനിറ്റ് രാവിലെ കുറേ നേരം കിടന്നുറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയിട്ട് രാത്രി പിന്നെയും വൈകി വന്ന് കിടന്നുറങ്ങി, എപ്പോഴാണ് പ്രിയ ദൈവവൈതലൻ നീ സ്വസ്ഥമായിട്ടൊന്നിരിക്കുന്നത്? നീ സ്വസ്ഥമായിരുന്നു കഴിഞ്ഞാൽ നിനക്ക് കുറേ കാര്യങ്ങൾ നിനക്ക് ശ്രദ്ധിക്കാൻ പറ്റും, നിനക്ക് കോൺസെൻട്രേഷൻ കിട്ടും. ആരും പറഞ്ഞു തന്നിട്ടും മനസ്സിലാകാത്ത കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകും. ഈ തിരുഹൃദയ മാസം, അടുത്ത ഞായറാഴ്ച തിരുഹൃദയ തിരുനാളാണ്. ശരിക്കും വെള്ളിയാഴ്ചയാണ് നമ്മളത് ആഘോഷിക്കുന്നത്, ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഈ തിരുഹൃദയ മാസത്തിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ കുറച്ച് ശാന്തതയും സ്വസ്ഥതയൊക്കെ നമുക്ക് ഉണ്ടായാൽ നല്ലതല്ലേ? ഈ തിരുഹൃദയ മാസത്തിൻ്റെ സുഹൃത ജപം അറിയാമല്ലോ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. ഇതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ വരും. ഇവിടെ വന്നിട്ട് പോലും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്ത് ഒരു ശ്രദ്ധയുമില്ലാതെ നടന്നാൽ, ഈശോയെ ശ്രദ്ധിച്ച് നടക്കേണ്ടതിന് പകരം മറ്റു പല കാര്യങ്ങളും, മറ്റ് ദുരാചാരങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നീ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാനാണ്? നീ ഒന്ന് ശ്രദ്ധിക്കൂ. നിന്നോട് പറയുന്നത്
നാൾക്ക് 40 വട്ടം ഇങ്ങനെ പറഞ്ഞ് പഠിക്കുമകനെ ശ്രദ്ധിക്കുമകനെ, പള്ളിപ്പോമകനെ, കുമ്പസാരിക്കുമകനെ, നീ എന്തേ ശ്രദ്ധിക്കാത്തത്? നീ ശ്രദ്ധിക്കൂ. നിന്നെ ദൈവം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. നീ ഒന്ന് ശ്രദ്ധിക്കൂ. പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ? ശ്രദ്ധിക്കൂ. മറിയം നമ്മളോടിന്ന് പറയും, അവൻ പറയുന്നത് ചെയ്യുവിൻ അല്ലേ? മറിയം എപ്പോഴും പറയുന്നതാ, അവൻ പറയുന്നത് ചെയ്യുവിൻ. എന്നിട്ട് നമുക്ക് കാണിച്ചു തന്നത് അത് തന്നെയാണ്. ഈശോയുടെ കൂടെ നടന്നിട്ട് ഉള്ളിൽ കിട്ടിയ ഈശോയെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ആ ഈശോയുടെ കുരിശുമരണത്തെ ആരാധിച്ചത് കാണിച്ചു തന്നില്ലേ? മാതാവ് ദൈവമല്ലല്ലോ. ഈശോയെ ആരാധിച്ച് ബഹുമാനിച്ച് ഈ ഉള്ളിക്കിട്ടിയ ഈശോയെ കൊണ്ടു നടന്നവരിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നവളാണ് പരിശുദ്ധ മറിയം. ആ പരിശുദ്ധമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഈശോയെ ശ്രദ്ധിക്കൂ. മറിയം പറയുന്നത് അത് തന്നെയാണ്, ഈശോയെ ശ്രദ്ധിക്കൂ. നീ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും നീ ഈശോയെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ നിനക്ക് അനുഗ്രഹം കിട്ടാത്തത്. ഈശോയെ നീ ശ്രദ്ധിക്കൂ. ഈശോയുടെ കുരിശുമരണത്തെ ശ്രദ്ധിക്കൂ. നിന്റെ കുംഭസാര ജീവിതത്തെ ശ്രദ്ധിക്കൂ. നിന്റെ കുർബാന ജീവിതത്തെ നീ ശ്രദ്ധിക്കും. നിന്റെ കുടുംബ പ്രാർത്ഥനയെ നീ ശ്രദ്ധിക്കൂ. നിന്റെ ദൈവകൽപ്പന ജീവിതത്തെ നീ ശ്രദ്ധിക്കും. നിനക്ക് അനുഗ്രഹം ഉണ്ടാകും. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഹൃദയത്തിൽ മറ്റു പലരെയും, ദൈവത്തിന് പകരം മറ്റു പലരെയും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ശ്രദ്ധ കിട്ടും? നിന്റെ കുടുംബജീവിതത്തിൽ നിന്റെ ജീവിത പങ്കാളിക്ക് പകരം മറ്റു പലരെയും പ്രതിഷ്ഠിച്ചു വെച്ചാൽ നിനക്ക് കുടുംബജീവിതത്തിൽ എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും? ഈശോയുടെ ഹൃദയം, ഈശോയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ, മനുഷ്യർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഭൂമിയിലേക്ക് വരിക, മരിക്കുക. ഈശോ അത് ശ്രദ്ധയോടെ ചെയ്തു. അതാണ് ഈശോയുടെ ഹൃദയം. പിതാവിനോടുള്ള ഈശോയുടെ ആ ഒരു കൂടിച്ചേരൽ, ആ ഒരു ഹൃദയം. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ആമേൻ. ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ പൂജയാ. സ്നേഹനായക ജീവദായക സ്വീകരിക്കുകീ കാഴ്ചകൾ. കണ്ണുകൾക്കു നീ പുതിയ കൈത്തിരി, കാതുകൾക്കു നീ മാധുരി. കണ്ണുനീരിലും കാണു പുഞ്ചിരി, കാഴ്ച നൽകിട മഞ്ജരി, കാഴ്ച നൽകിട മഞ്ജരി. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ രഹസ്യങ്ങളുടെ ഫലം കനിവാർന്നുളവാക്കുന്നുവല്ലോ. അങ്ങനെ കർത്താവെ, സംപ്രീതിയുടെയും സ്തുതിയുടെയും ഈ ബലി സ്വീകരിക്കണമേ. അതിൻ്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് പ്രീതികരമായവ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹാർപ്പണം സമർപ്പിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന്
ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ 14 പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഗായരാജ് മെത്രാപ്പോലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞു പോയ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി
ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുവേ, നിൻ സ്നേഹമാ മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. യേശുവേ, നിൻ സ്നേഹമാ മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി, നീ വഴി ഞാൻ തളരാതെ നീങ്ങാനാ, നീ വരേണേ ജീവനായി, ജീവനേകും ഭോജ്യമായി പിരിയാതെ നാഥനെ ഉള്ളിൽ വാഴണമേ. യേശുവേ, നിൻ സ്നേഹമാ മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. എൻ ഹൃദയം ബലഹീനമാകുമ്പോൾ, എൻ ഹൃദയം ബലഹീനമാകുമ്പോൾ, നീ വരേണേ ശക്തിയാ, ശക്തിയേകും ഭോജ്യമായി ഇടരാതെ നാഥനെ നീ വഹിക്കണമേ. യേശുവേ, നിൻ സ്നേഹമാ മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി, ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനാ, നീ വരേണേ ജീവനായി, ജീവനേകും ഭോജ്യമായി പിരിയാതെ നാഥനെ ഉള്ളിൽ വാഴണമേ. യേശുവേ, നിൻ സ്നേഹമാ മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുശരീരത്തിൻ്റെയും അമൂല്യമായ രക്തത്തിൻ്റെയും പോഷണത്താൽ നവീകൃതരായി അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത്
സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ ലെബനോനിൽ വിരിയും ലില്ലിപ്പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാ